വക്കീലെ, ഇനിയെങ്കിലും ഒറ്റവാക്യത്തിൽ ഉത്തരം പറയുക. സുകുമാരൻ നായരുടെ വെല്ലുവിളി പിണറായി സ്വീകരിക്കുമോ? ചർച്ച അവസാനിക്കാൻ സമയമായി. സുകുമാരൻ നായർ ആരെയും വെല്ലുവിളിച്ചിട്ടൊന്നുമില്ല, പിണറായിയും ആരെയും വെല്ലുവിളിച്ചിട്ടില്ല. രണ്ടുപേരുടെയും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ സമാധാനം. പിന്നെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. പിന്നെ ഇവിടെ സനാതന ധർമ്മത്തെ കുറിച്ച് ഒരു വാക്കൂടെ പറഞ്ഞു നിർത്താം. വിവേകാനന്ദൻ ഇതിനെ വീക്ഷിച്ചത് പ്രധാനമായിട്ട് രണ്ട് രീതിയിലാണ്. ഒന്ന് കർമ്മകാണ്ഡവും ജ്ഞാനകാണ്ഡവും. വിത്ത് എന്ന ക്രിയാതയിൽ നിന്ന് ഉണ്ടായതാണ് വേദം എന്ന വാക്ക്. അറിയുക, അത് ഉച്ചാരണത്തിലൂടെ പഠിക്കണമെന്നാണ്. ഋഗ്വേദം എന്ന് പറയുമ്പോൾ വാക്യങ്ങളിലൂടെ അറിയുക, യജുർവേദമാകുമ്പോൾ യാഗത്തിലൂടെ അറിയുക, സാമവേദം മന്ത്രത്തിലൂടെ അറിയുക, അഥർവം എന്ന് പറയുമ്പോൾ അഗ്നിപുരോഹിതന്റെ രീതിയിൽ അറിയുക. അങ്ങനെ പല രീതിയിലുള്ള അറിവുകളാണ് വേദങ്ങളിലൂടെ നമ്മൾ നേടുന്നത്. അതിനെല്ലാത്തിനകത്തും അടിസ്ഥാനപരമായി തന്നെ ജീവിതത്തിന്റെ ഓരോ ദശാസന്ധികൾ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ. ഇവിടെ ശ്രീഹരി ശത്രു സംഹാര പൂജയെ കുറിച്ച് പറഞ്ഞു. മനുഷ്യൻ നേരിടുന്ന പ്രധാനമായിട്ട് 8 കഷ്ടങ്ങളുണ്ട്. അതാണ് മനുഷ്യനെ ദുരന്തത്തിലേക്ക് നയിക്കുന്നത്. അഷ്ടകഷ്ടങ്ങൾ എന്ന് പറയും. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഡംഭം, അസൂയ. അപ്പൊ ഈ അഷ്ടകഷ്ടങ്ങൾ നശിപ്പിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മളെ നയിക്കപ്പെടുന്ന ഈ ദുരിതങ്ങൾ ഇല്ലാതാക്കാൻ ചെയ്യുന്ന പൂജയാണ് ശത്രു സംഹാര പൂജ. പിന്നെ യാഗത്തിന്റെ കാര്യം പറഞ്ഞു. ഞാൻ അതിന്റെ അടിസ്ഥാനം പറഞ്ഞത് പല യാഗങ്ങളിൽ പോലെയല്ല. പല യാഗങ്ങൾക്കും അടിസ്ഥാനമുണ്ടെന്ന് പറയുന്നത് മഴ പെയ്യുന്നത് സയൻസ് അറിയാമായിരിക്കുമല്ലോ, പഠിപ്പിക്കേണ്ട കാര്യമില്ല. അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ചില വ്യതിയാനങ്ങൾ, ആ യാഗങ്ങളുടെ ഫലമായിട്ട് അന്തരീക്ഷ ചില വ്യതിയാനങ്ങൾ ഉണ്ടാകും. പാട്ടുപാടി മഴ പെയ്യിച്ചവരുണ്ടെന്ന് പോലും നമ്മൾ പഠിച്ചു കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് അന്തരീക്ഷത്തിലുള്ള ജലഘടങ്ങളെ ഏകോപിപ്പിക്കാനുള്ള ഒരു പ്രവണത അതിനുണ്ടാകും. അപ്പോൾ മഴ പെയ്യാം, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് ഈ സനാതന ധർമ്മവും പിണറായി വിജയന്റെ പ്രസ്താവനയും NSSന്റെ പ്രസ്താവന എല്ലാം എടുത്ത് കൂട്ടിക്കൊഴിച്ച് നമ്മൾ ഇത് ചിലർക്ക് പ്രയോജനമുണ്ടാക്കാൻ രീതിയിലേക്കുള്ള ചില ചർച്ചകൾ പോകുന്നുണ്ട്. ഇതിന് നമ്മൾ അതിനെങ്ങനെ കാണേണ്ട കാര്യമില്ല. അഭിപ്രായങ്ങൾ ഓരോ വ്യക്തികൾ പറയുന്നു. അഭിപ്രായങ്ങളായി നിലനിൽക്കും. ക്ഷേത്രത്തിൽ പോകുന്നവർക്ക് ഇഷ്ടമുള്ളവർക്ക് ക്ഷേത്രത്തിൽ പോകാം. അഭിപ്രായങ്ങൾ എല്ലാ വേദികളിലും പോയി പറയാനുള്ള ആർജവം കാണിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും നല്ല അഭിപ്രായം ഹരി അതിന് മറുപടി പറഞ്ഞില്ല. കാരണം പിന്നെ ഞങ്ങളുടെ പൊളിറ്റ് ബ്യൂറോ മെമ്പർ പറഞ്ഞ വയനാടുമായിട്ട് ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അത് മതതീവ്ര, അത് മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ, ഇതിൽ കൂടുതൽ എന്തോ മുസ്ലിങ്ങളെ കുറിച്ച് പറയാൻ അത് പറഞ്ഞില്ലേ. അപ്പൊ അതുകൊണ്ട് ഹിന്ദുക്കളെ മാത്രമല്ല പറയേണ്ടടുത്തേക്ക് അവർ പറയുന്നുണ്ട്. പള്ളിയിലെ അച്ഛന്മാരെ കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞു, നിങ്ങൾ എത്രയോ പ്രാവശ്യം ഉപയോഗിച്ചു നികൃഷ്ടജീവികളെന്ന് പള്ളിയിലെ അച്ഛന്മാരെ കുറിച്ച് ഉപയോഗിച്ചത് പറഞ്ഞിട്ടില്ല. അത് പിണറായി വിജയൻ തന്നെയല്ലേ പറഞ്ഞത്. ഹിന്ദുക്കൾ മാത്രമല്ല, സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ പിണറായി അല്ല നികൃഷ്ടജീവികൾ എന്ന് പറഞ്ഞാൽ എത്രയോ ചർച്ച നിങ്ങൾ പിണറായി വിജയൻ പള്ളിയിലെ അച്ഛനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ എത്രയോ ചർച്ചകൾ നടത്തി. അത് ക്രിസ്ത്യൻ പുരോഹിതന്മാരെ വിളിച്ചു എന്ന് പറഞ്ഞത് പിണറായിയാ. അതല്ലേ പറഞ്ഞു. അപ്പൊ അത് ഓരോ സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന ഓരോ അഭിപ്രായങ്ങൾ, അത് അഭിപ്രായങ്ങൾ എപ്പോഴും അഭിപ്രായങ്ങളാണ്. അതൊന്നും നമ്മുടെ ജീവിതത്തെ നയിക്കുന്നതല്ല. ജീവിതത്തിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്, വിശ്വാസങ്ങളുണ്ട്. ആ രീതിയിലാണ് നമ്മൾ. ഓക്കെ, ഡോക്ടർ ഹരി ഒന്നുമില്ലല്ലോ. അല്ല, ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. അതായത് ഇതിനകത്ത് ഒറ്റ കാര്യമുള്ളൂ. ഈ അടുത്ത AKG നമ്മളെ വിളപ്പിശാല AKG സെൻറ്ററിൽ വക്കീലിൻ്റെ ഒരു റിസോഴ്സ് പേഴ്സണായിട്ട് വിളിച്ച് എന്താണ് ഈ ശത്രു സംഹാര പൂജ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊരു സെഷൻ എടുക്കണം. അതിനെക്കുറിച്ച് നല്ല വിവരമാണ്. ഇത് നിങ്ങളുടെ പാർട്ടിക്കാർക്ക് ഇല്ലാത്തതാണ് നിങ്ങളുടെ ബേസിക് പ്രശ്നം. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു, അവർ പിന്നെ വാ തുറക്കൂല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വക്കീലിന് ഇത്രയും കാര്യങ്ങൾ ബോധ്യപ്പെട്ടല്ലോ, സന്തോഷം, വളരെ സന്തോഷം. ഇത് AKG സെൻറ്ററിൽ ഈ അടുത്ത മറ്റേ സെഷൻ നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടല്ലോ, ആ ട്രെയിനിങ്ങിൽ നിങ്ങൾ റിസോഴ്സ് ശ്രദ്ധാപൂർവം ശ്രവിച്ച കമ്മ്യൂണിസ്റ്റ് സഹയാത്രികർക്ക് ഒരുപക്ഷെ ഇതിനെക്കുറിച്ചൊക്കെ നല്ലൊരു ബോധ്യം വന്നിട്ടുണ്ടാവും. പ്രത്യേകിച്ച് വിദ്യാസാഗർ ഗുരുമൂർത്തിയോട് അവർ നന്ദി പറയുകയും ചെയ്യും.